ഹലോ, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അസിസ്റ്റന്റ് ഇൻ KSCARD ബാങ്ക് ആൻഡ് JTA ഇൻ KKVIB എന്നീ തസ്തികയിലേക്കുള്ള എക്സാം ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് സിംഗിൾ എക്സാം ആണ്, പക്ഷെ ഡിഫറെന്റ് പോസ്റ്റ് ആണ്. സോ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലെ ജനറൽ കാറ്റഗറിയുടെ കേസ് നോക്കുമ്പോൾ നമുക്കറിയാം കാറ്റഗറി നമ്പർ ഇസ് 380/2025. അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ആപ്ലിക്കൻസിന്റെ കേസ് നോക്കുമ്പോൾ നമുക്കറിയാം 68,953 ഇത്രയും പേരാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് യാതൊരു രീതിയിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഹാർഡ് വർക്ക്, ഇറ്റ്സ് ഓൾ അബൌട്ട് സംതിങ് ഓഫ് ദാറ്റ് അല്ലെ. നമ്മുടെ ഹാർഡ് വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. എക്സാമിൽ ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം പഠിത്തത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യുക. ദിസ് ഈസ് ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. അപ്പോൾ എക്സാം ഡേറ്റ് വരുന്നത് 28 ഫെബ്രുവരി 2026, 28-ാം തീയതിയാണ് ഫെബ്രുവരി മാസം 2026. അഗൈൻ 2026 അല്ലേ എക്സാം വരുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ പഠിക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. കാരണം 2026 ഫെബ്രുവരിയിലാണ് എക്സാം. ഓക്കെ, അധികം സമയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാവിഷ് ആയിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്, പക്ഷെ കളയാനുള്ള സമയമില്ല. ഓക്കെ, ആൻഡ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 23/11/2025 മുതൽ നിങ്ങൾക്ക് 12/12/2025 വരെ എന്ത് ചെയ്യാം, എക്സാം കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ 12/12/2025 കൺഫർമേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു മാറ്റി വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ സംടൈംസ് എന്താ നമ്മൾ വിട്ടുപോകില്ലേ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അഗൈൻ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് 13/2/2026 മുതൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ ജനറൽ കാറ്റഗറിയിലേക്കുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലെ സൊസൈറ്റി കാറ്റഗറിയിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കാറ്റഗറി നമ്പർ വരുന്നത് 381/2025. ഇതൊരു അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, 147 പേരാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഓക്കെ, എക്സാം ഡേറ്റ് വരുന്നത് സെയിം ഡേറ്റ് 28/2/2026 തന്നെയാണ്. ആൻഡ് കൺഫർമേഷൻ ഡേറ്റ് വരുന്നതും അഗൈൻ ബിറ്റ്വീൻ 23 നവംബർ 2025 മുതൽ 12/12/2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാം. പിന്നീട് കൊടുക്കാം, അടുത്ത മാസം കൊടുക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. മാക്സിമം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുത്തു എന്ന് ഉറപ്പാക്കണം. സോ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാണ്, കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ കാര്യം തന്നെ നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, ഇതാണ് ഇത്രയും ദിവസങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം എന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. സോ നിങ്ങൾ വിട്ടുപോവില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് 13/2/2026 മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാം. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടും സെയിം എക്സാം, സെയിം സിലബസ്, ഒരേ ദിവസം. ഓക്കെ, അപ്പൊ ഇതിന്റെയും ഡേറ്റ് ഔട്ട് ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ രണ്ടും ഒരേ എക്സാം, ഒരേ ദിവസം, ഒരേ സിലബസ്. ആൻഡ് കമ്മിങ് ടു ദ കാറ്റഗറി നമ്പർ, ഈ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 379/2025 ആണ്. ആപ്ലിക്കൻസിന്റെ നമ്പർ 54,517. കണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ദിസ് ഇസ് ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ഇനി എക്സാം ഡേറ്റ് വരുന്നത് 28/2/2026.
ആൻഡ് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം 23/11/2025 മുതൽ 12/12/2025 വരെ. വിട്ടുപോകരുത് ഒരിക്കലും. ഓക്കെ, മറക്കരുത്, വിട്ടുപോകരുത്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നും കൂടി മനസ്സിലാക്കണം. ഹോൾ ടിക്കറ്റ് പഴയതുപോലെ 13/2/2026 മുതൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോ നമുക്ക് സിലബസിലേക്ക് ഒന്ന് പോവാം. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാംസിന്റെ ഒക്കെ ഡേറ്റ് ഔട്ട് ആണ്. സെയിം സിലബസ്, സെയിം ഡേ, സെയിം എക്സാം. ഓക്കെ, അപ്പോൾ സിലബസ് ഒന്ന് കാണാം. ഇവിടെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരുമ്പോൾ 3 മൊഡ്യൂൾസിലായിട്ടാണ് നിങ്ങളുടെ സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അവിടെ കോർപ്പറേഷൻ വരുന്നുണ്ട്. കോർപ്പറേഷൻ വരുന്നത് 50 മാർക്കിനാണ്. ബാങ്കിങ് വരുന്നുണ്ട്. ബാങ്കിങ് 40 മാർക്കിന് നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് IT ആൻഡ് സൈബർ ലോ വരുന്നുണ്ട്. അത് 10 മാർക്കിനാണ്. സോ ഓവറോൾ നിങ്ങൾക്ക് 100 മാർക്കിനാണ് എക്സാം വരുന്നത്. അപ്പൊ ഈ സിലബസിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പൊ ആദ്യം പാർട്ട് 1 കോർപ്പറേഷൻ 50 മാർക്കിനാണെന്ന് പറഞ്ഞു. ഇവിടെ കോർപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റംസ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്നും 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ക്യാപിറ്റലിസം പഠിക്കണം, സോഷ്യലിസം പഠിക്കണം, കമ്മ്യൂണിസം പഠിക്കണം, കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് പഠിക്കണം. You have to learn distinctive features of cooperative organization vis-a-vis partnership and joint stock companies. അതേപോലെ തന്നെ cooperative as an institution and as an enterprise. കോപ്പറേറ്റീവ് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറുന്നത്, എങ്ങനെയാണ് അതിനൊരു എന്റർപ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്ന് പഠിക്കണം. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇതും പഠിക്കണം. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് യൂണിറ്റ്, ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇവിടെ നിന്നും നിങ്ങൾക്ക് അഗൈൻ 5 മാർക്സിനാണ് 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംഫസൈസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. സോ ഡിഫറെന്റ് കമ്മിറ്റീസ് ലൈക്ക് കാർഡ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ICA 1995, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ആൻഡ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. 5 മാർക്ക് വളരെ പ്രധാനമാണ് അല്ലെ. അടുത്തത് കുറച്ച് വലിയ ഒരു ലെങ്തി യൂണിറ്റ് ആണ്, അതായത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഇവിടെ നിന്ന് ലെങ്തി യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 7 മാർക്കിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഷോർട്ട് ടേമിലും മീഡിയം ടേമിലും ഒക്കെ എങ്ങനെയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കൊടുക്കുന്നത്, അതിന്റെ സ്ട്രക്ചറൽ സെനാരിയോ എങ്ങനെയാണ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ ഫോർമേഷനും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കണം. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സും തമ്മിലുള്ള വ്യത്യാസം, ഇവരുടെ ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ തന്നെ, ഫോർമേഷൻ ഒക്കെ തന്നെ പഠിക്കണം. ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, PCARDBs ആൻഡ് SCRABDs ഇതൊക്കെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തതാണ് ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. സോ ഇവിടെ പ്രത്യേകം നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ 2 അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് ഇവർ തമ്മിൽ വ്യത്യാസം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻ ഇൻക്ലൂഡിംഗ് NAFED പഠിക്കണം. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻസ് പഠിക്കണം. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻസ് അഗൈൻ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടില് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കണം. ഫിഷറി കോപ്പറേറ്റീവ്സ് ആൻഡ് ഫെഡറേഷൻ പ്രോസസിംഗ് കോപ്പറേറ്റീവ്സ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. സോ എംഫസിസ് കൊടുക്കണം, ഇമ്പോർട്ടൻസിനും ഫങ്ഷനിങ്ങിനും ഒക്കെ തന്നെ എംഫസിസ് കൊടുത്ത് തന്നെ പഠിച്ചു പോകണം.
ഓക്കെ, എസ്പെഷ്യലി ഇവിടെയൊക്കെ ഒരുപാട് വർഷങ്ങൾ ഇയർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെ എഴുതി വെച്ച് പഠിക്കേണ്ട ആവശ്യം ഉണ്ട്. Now, housing cooperatives and federation, consumer cooperatives and their federations, industrial cooperatives and their federation, handlooms and powerlooms, handicrafts, workers cooperatives. Workers cooperatives ഒക്കെ തന്നെ അതിഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. Significance of workers cooperatives in India. ഇങ്ങനെ ഒരു വിപുലമായിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഇപ്പൊ തീർന്നിട്ടില്ല. നിങ്ങൾ സിലബസ് കണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇഫ് യു ലേൺ ദ സിലബസിന്റെ അകത്തുനിന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, now coming to the fourth unit, management and working of major cooperative organizations and institutions aid of cooperatives. അപ്പൊ ഇവിടെ നിന്നും 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നെഫിഡ് പഠിക്കണം, IFFCO പഠിക്കണം, KRIBCO പഠിക്കണം, നബാർഡ് പഠിക്കണം, NDDB പഠിക്കണം, NCDC പഠിക്കണം, നാഷണൽ ഹൗസിംഗ് ബാങ്ക് and other national organization providing assistance to housing cooperatives. അപ്പൊ ഇതിന്റെ ഒക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോർമേഷൻ എന്താന്ന് പഠിക്കണം, എങ്ങനെയാണ് ഫോർമേഷൻ എന്ന് പഠിക്കണം. ഇതിന്റെയൊക്കെ തന്നെ ഫങ്ഷനിങ്സ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻസ്, എങ്ങനെയൊക്കെയാണ് മാനേജ്മെന്റ്, എങ്ങനെയൊക്കെയാണ് ഇവർ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത് when it comes to different arenas. ഇതൊക്കെ തന്നെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി കോപ്പറേറ്റീവ് ഓഡിറ്റ് അടുത്തൊരു യൂണിറ്റ് ആണ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൽ നിന്നും 6 മാർക്സ് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 6 മാർക്സ് 6 മാർക്സ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ആൻഡ് അഡ്വാൻറ്റേജ് വിത്ത് റെസ്പെക്ട് ടു കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, എന്തിനാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം, ഇത് എവിടേക്ക് എന്തൊക്കെ കവർ ചെയ്യുന്നു മനസ്സിലാക്കണം. ആൻഡ് അഡ്വാൻറ്റേജസ്, കോപ്പറേറ്റീവ് ഓഡിറ്റ് കൊണ്ടുള്ള നമ്മുടെ ഉപയോഗങ്ങൾ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അഗൈൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, എങ്ങനെയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഫോം ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്, എന്തൊക്കെ പ്രോബ്ലംസ് ഇവർക്ക് വരാമെന്നൊക്കെ പഠിക്കണം. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിക്കണം. ഇവരുടെ ഇതിന്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്താന്ന്, കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്താന്ന് പഠിക്കണം. ഇനി ടൈപ്സ് ഓഫ് ഓഡിറ്റ്, ഏതെല്ലാം രീതിയിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്താനായിട്ട് പറ്റുമെന്ന് മനസ്സിലാക്കണം. മെക്കാനിക്കൽ ഓഡിറ്റ് എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. പ്രിപ്പറേഷൻസ് ഫോർ ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, എങ്ങനെയാണ് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഒന്നൊക്കെ പഠിക്കണം. ആൻഡ് സ്റ്റേജ് ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ്. സോ പ്രാക്ടിക്കൽ ഓഡിറ്റിന്റെ റെലവൻസും ഇമ്പോർട്ടൻസും വർക്കിങ്ങും ഫങ്ഷനിങ്ങും ഒക്കെ പഠിക്കണം. മെക്കാനിക്കൽ ഓഡിറ്റ് എന്താണെന്നും, മെക്കാനിക്കൽ ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന എന്താണെന്നും, ഫങ്ഷൻ ചെയ്യുന്ന എന്താണെന്നും പഠിക്കണം. അഗൈൻ കമ്മിങ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, അവിടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്താണെന്നും, വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നും, ഫങ്ഷൻ ചെയ്യുന്ന എന്താണെന്നും, പ്രോബ്ലംസ് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കണം. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നൊക്കെ നോക്കണം. റീകൺസിലേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, ബാങ്ക് അക്കൗണ്ട്സിന്റെ റീകൺസിലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കോപ്പറേറ്റീവ് ഓഡിറ്ററിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കണം. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, പവേഴ്സ്, ലയബിലിറ്റീസ്, പ്രശ്നങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എന്താണ്, ഇതൊക്കെ തന്നെ പഠിക്കണം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, അഗൈൻ ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവര് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോന്നിന്റെ ഫങ്ഷൻസ് എന്താണ് ഒക്കെ മനസ്സിലാക്കണം. ആൻഡ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, എങ്ങനെയൊക്കെ ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. ആൻഡ് അസസ്മെന്റ് ആൻഡ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്, ഓഡിറ്റ് ഫീസിന് എങ്ങനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, എങ്ങനെ തന്നെ ലെവി ചെയ്യാൻ പറ്റും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, യു വിൽ ബി ഗെറ്റിംഗ് 6 മാർക്ക്. ഇതൊക്കെ പഠിച്ചാൽ. ഇനി അടുത്ത യൂണിറ്റ് ആണ് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്.
അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മാനേജിങ് ദ സോഷ്യൽ പ്രോസസ് ഓഫ് എ കോപ്പറേറ്റീവ്. ഒരു കോപ്പറേറ്റീവ് സെറ്റപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടുന്ന കുറച്ച് സ്റ്റെപ്സ്, സോഷ്യൽ പ്രോസസ്. ഇവിടെ കോമ്പറ്റീഷനെ പറ്റി, കോൺഫ്ലിക്റ്റിനെ പറ്റി, കോപ്പറേഷനെ പറ്റി ഒക്കെ തന്നെ പഠിക്കണം. കാരണം നമ്മൾ ഒരു കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് റൈവൽസ് ഉണ്ടാവും. അപ്പൊ ഈ റൈവൽ സെറ്റപ്പിൽ എങ്ങനെയാണ് ഡിഫറെന്റ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഒത്തുപോകുന്നത്, അവർ തമ്മിൽ അടിയാണോ അതോ കോപ്പറേഷൻ ആണോ നടക്കുന്നത്, സോ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിക്കണം. സോ എന്തൊക്കെ സെനാറിയോസിലാണ് കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ സെനാറിയോസിലാണ് കോപ്പറേഷൻ വരാൻ ചാൻസ് ഉള്ളത് ഒക്കെ പഠിക്കണം. Okay, associated character of a cooperative when managing a cooperative association. കോപ്പറേറ്റീവ് സിനാരിയോയുടെ അസോസിയേറ്റീവ് ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് അസോസിയേഷനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നും മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇഷ്യൂസ് ഇൻ ഓർഗനൈസിങ് എ കോപ്പറേറ്റീവ്. ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വരുന്ന പ്രോബ്ലംസ്, ഇഷ്യൂസ്, പ്രശ്നങ്ങൾ അതൊക്കെ പഠിക്കണം. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ സൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ ഏരിയ വേഴ്സസ് ലാർജ് ഏരിയ, സിംഗിൾ പർപ്പസ് വേഴ്സസ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സ്, മൾട്ടി പർപ്പസ് വേഴ്സസ് മൾട്ടി ഫങ്ഷണൽ കോപ്പറേറ്റീവ്സ്, യൂണിറ്ററി വേഴ്സസ് ഫെഡറൽ കോപ്പറേറ്റീവ്സ്, ഡിസൈനർ വേഴ്സസ് ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ്, ഇതൊക്കെ പഠിക്കണം. സോ ഇങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിന്റെ ബേസിസിൽ ഈ ഡിഫറൻസ് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു രണ്ട് സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ യു ഹാവ് ടു ലേൺ ഓൾ ദീസ് തിങ്സ്. നൗ ഇഷ്യൂസ് ഇൻ ഫൈനാൻസിങ്. ഫൈനാൻസിങ് എന്ന ഏരിയയിൽ വരാൻ ചാൻസ് ഉള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? അഗൈൻ ഇവാലുവേറ്റിംഗ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ക്രൈറ്റീരിയ ഇവിടെ ഉപയോഗിക്കണം, ഏതൊക്കെ ക്രൈറ്റീരിയ ഉപയോഗിക്കാൻ പാടില്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഇവാലുവേഷൻ സെനാറിയോയിൽ വരുന്നത്, അതും നോക്കണം. മെമ്പർ ഡയമെൻഷൻ, എന്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയമെൻഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഡയമെൻഷൻസിനെ പറ്റിയിട്ടും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്നും ഒരു 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ കവർ ചെയ്യേണ്ട ഏരിയാസ് ആണ് ആർബിട്രേഷൻ ആൻഡ് അവാർഡ്സ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് അവാർഡ്സ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അപ്പീൽസ്, റിവ്യൂ ആൻഡ് റിവിഷൻ. ഇതിന്റെയൊക്കെ തന്നെ അർത്ഥം എന്താണെന്നും മീനിങ് എന്താണെന്നും ഡിസ്റ്റിങ്ഷൻ എന്താണെന്നും, അതായത് ഇതിനെയൊക്കെ തന്നെ നമുക്ക് എങ്ങനെ വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റും, ഇതിന്റെയൊക്കെ ഡിഫറൻസസ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കണം. അതോറിറ്റി ഓഫ് അപ്പീൽസ്, കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്, ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് സെറ്റിൽ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി കാണേണ്ടത്. സോ ഇവിടുന്ന് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് യൂണിറ്റ്, സോഴ്സസ് ഓഫ് ഫണ്ട്സ്. ഇവിടെ 5 മാർക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊരു ചെറിയ യൂണിറ്റ് ആണ്, കുഞ്ഞു യൂണിറ്റ് ആണ്, പക്ഷേ ഇവിടെ നിന്നും 5 മാർക്കിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഈ ഒരു യൂണിറ്റിന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി കാണണം. ഈ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്ന ഏരിയാസ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്. സ്റ്റേറ്റ് എങ്ങനെയാണ് കോപ്പറേറ്റീവ്സിന് സഹായങ്ങൾ കൊടുക്കുന്നത്? ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാന്റ്, സബ്സിഡി, ഓൺ ഫണ്ട്സ്, ബോറോ ഫണ്ട്സ്. സോ എന്നിങ്ങനെ പല രീതിയിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സിന് ഫണ്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സഹായങ്ങൾ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ സമയത്താണ് ഈ പല പല രീതിയിലുള്ള ഫണ്ടുകൾ കോപ്പറേറ്റീവ്സിന് കിട്ടുന്നത്, ഇത് കിട്ടാനായിട്ട് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഇതിന്റെയൊക്കെ ലിമിറ്റേഷൻസ് എന്താണ്, അഗൈൻ ഇതിനൊക്കെ പറ്റിയിട്ട് പഠിക്കണം. സോ അഗൈൻ ഇവിടുന്ന് 5 മാർക്ക് എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. Coming to the next unit where you have cooperative legislation in India and in Kerala. Okay. ഇവിടെ നമുക്ക് 6 മാർക്സ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് കുറച്ചുകൂടെ ലെങ്തി യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇവോൾവ് ചെയ്ത് വന്നത്, അവിടെ നിങ്ങൾക്ക് 1904 ആക്ട് എന്താണെന്ന് മനസ്സിലാക്കണം, ആക്ട് ഓഫ് 1912 എന്താണെന്ന് മനസ്സിലാക്കണം,
ട്രാൻസ്ഫർ ഓഫ് കോർപ്പറേഷൻ as provincial subject. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വർഷങ്ങളൊക്കെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പൊ വർഷങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ തന്നെ ഇങ്ങനെ കൗൺസിൽ റെസൊല്യൂഷനും ബില്ലും ആക്ടും ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ എംഫസിസ് അവിടെ കൊടുക്കണം. 6 മാർക്കിന് ഈ ഒരു യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ മാർക്കും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വ്യക്തമായി എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അടുത്തുള്ളത് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ. അഗൈൻ ബില്ലാണ് 1957. The Model Cooperative Societies Bill in 1991 by Planning Commission. Trend towards parallel cooperative laws. Andhra Pradesh Mutually Aided Cooperative Societies Act 1995. Multi-State Cooperative Societies Act 1984 and its replacement in 2022. See, and its replacement in 2002. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരളയുടെ ഇവല്യൂഷൻ മാത്രമല്ല ഡെവലപ്മെന്റും കൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം വന്ന മാറ്റങ്ങൾ. സി, റീപ്ലേസ്മെന്റ് ഓഫ് വൺ പെർട്ടിക്കുലർ ആക്ട് ബൈ അനദർ പെർട്ടിക്കുലർ ആക്ട് അല്ലെ. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1984 2002 ഒരു അവിടെ ഒരു റീപ്ലേസ്മെന്റ് സംഭവിച്ചു. അഗൈൻ ഇവല്യൂഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് എനാക്ട്മെന്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969. അപ്പോൾ വർഷങ്ങൾ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ എഴുതി വെച്ച് തന്നെ പഠിക്കണം. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. അപ്പോ നമ്മുടെ ആ ഒരു കോപ്പറേറ്റീവ് എന്നുള്ള ഒരു പാർട്ട് തീർന്നു. ഇനി നമ്മൾ പാർട്ട് 2 വരാണ്. ബാങ്കിങ്. ഇവിടെ നിന്ന് 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ യൂണിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ്. ഇവിടെ 4 മാർക്സിനാണ് 4 മാർക്സിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു ലിറ്റിൽ ബിറ്റ് ലെങ്തിയർ യൂണിറ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഓരോ ഏരിയയ്ക്കും ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ വരുന്നത് ഒറിജിൻ ഓഫ് വേർഡ് ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്. അപ്പൊ പല തരത്തിലുള്ള ബാങ്കിങ് സെനാറിയോസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. ഫോംസ് ഓഫ് ബാങ്കിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് പഠിക്കണം. എങ്ങനെയാണ് ഈ പല ഡിഫറെന്റ് ഫോംസ് തമ്മിൽ വ്യത്യാസമായിരിക്കുന്നത്, ഓരോ ഫോമും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണം. അടുത്ത ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്? സി, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കണക്ട് ഇറ്റ് വിത്ത് ടുഡേസ് സെനാറിയോ. അപ്പൊ ഇന്ന് കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള രീതിയിൽ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ എംഫസിസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ ഓരോ ദിവസം നമ്മൾ പുതിയ ഡെവലപ്മെന്റ്സ് ആണ് ബാങ്കിങ് സെക്ടറിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ബാങ്കിങ്ങിന്റെ പ്രൈമറി ഫങ്ഷൻസ് എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റിനെ പറ്റിയിട്ട് കാണണം. സേവിംഗ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അതുപോലെ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്താന്ന് മനസ്സിലാക്കണം. കറന്റ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് എന്താന്ന് മനസ്സിലാക്കണം. സേവിങ്സ് അക്കൗണ്ട് എന്താന്ന് മനസ്സിലാക്കണം. കറന്റ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് CSA എന്താന്ന് മനസ്സിലാക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്താന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓരോ ബാങ്കിങ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നതെന്നും ഇതിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ തന്നെ മനസ്സിലാക്കണം. ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, അതിൽ വരുന്ന ഡിഫറെന്റ് മെത്തേഡ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ലോണ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ബിൽസ്, ആൻസിലറി സർവീസസ്, സബ്സിഡിയറി കേസസ് ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കാണേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇവിടെ ഓരോന്നിനെ പറ്റിയിട്ട് പറയുമ്പോഴും ഇതിനകത്ത് തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്ന് കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. Okay, so coming to the subsidiary functions, agency services എന്താണെന്ന് മനസ്സിലാക്കണം. general utility services എന്താണെന്ന് മനസ്സിലാക്കണം. Again, principles of commercial banking എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. principles of lending എന്താണെന്ന് മനസ്സിലാക്കണം.
ഈ ഓരോ പ്രിൻസിപ്പളിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹെഡിങ് തന്നിട്ട് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അഗൈൻ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കമേഴ്ഷ്യൽ ബാങ്ക്. എങ്ങനെയാണ് കമേഴ്ഷ്യൽ ബാങ്ക് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രൈമറി ഡെപ്പോസിറ്റ്, ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ്സ്, ടെക്നിക് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ, ക്രെഡിറ്റ് കോൺട്രാക്ഷൻ, ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ, എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ വരുന്നുണ്ട്. 4 മാർക്കിന് മാത്രമേ ഇവിടെ നിന്ന് കവർ ചെയ്യപ്പെടുന്നുള്ളൂ. എന്നാൽ കൂടിയും ഒരു ഡീറ്റെയിൽ സിലബസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന യൂണിറ്റിൽ നിന്നും വരുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഈ 4 മാർക്ക് എവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഓരോ ഏരിയയ്ക്കും ഈക്വൽ എംഫസിസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. Now coming to the next unit, central banking. അപ്പോൾ സെൻട്രൽ ബാങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നിന്നും ഒരു 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രൽ ബാങ്കിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, എങ്ങനെയാണ് ഇതിന്റെ ഇവല്യൂഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് മനസ്സിലാക്കണം. RBIയുടെ നാഷണലൈസേഷനെ പറ്റിയിട്ട് പഠിക്കണം. RBIയുടെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് പഠിക്കണം. RBI എങ്ങനെയാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് സിസ്റ്റംസ് ഓഫ് നോട്ട് എങ്ങനെയാണ് നടക്കുന്നത്, നോട്ട് ഇഷ്യൂ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. RBI എങ്ങനെയാണ് ഒരു കറൻസി അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കണം. RBI ഒരു ബാങ്കർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏജന്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അഡ്വൈസർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഡെപ്റ്റ് മാനേജർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഗവൺമെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും പഠിക്കണം. RBIയുടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. RBI എങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റിലോട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ടും ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് അതും പഠിക്കണം വ്യക്തമായിട്ട് തന്നെ. സോ ഇതിലൊക്കെ തന്നെ ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട്. ലൈക്ക് വേസ് ആൻഡ് മീൻസ്, അഡ്വാൻസസ്, ഓവർ ഡ്രാഫ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനി അടുത്തത് സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് ബാങ്കുകൾക്ക് ബാങ്ക് ആയിട്ട് മാറുന്നത്, കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ബാങ്ക് ആയിട്ട് മാറുന്നത്, അത് പഠിക്കണം. റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ് ബൈ RBI. RBI എങ്ങനെയാണ് മറ്റു ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കണം. അടുത്തത് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. എങ്ങനെയാണ് RBI ഫോറിൻ എക്സ്ചേഞ്ചിനെ കീപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് RBI മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു എ കൺട്രി ലൈക്ക് ഇന്ത്യ, എങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കീപ്പ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ഒക്കെ പഠിക്കണം. ഡെവലപ്മെന്റ് റൂൾ ഓഫ് RBI ഏതൊക്കെ രീതിയിൽ ഡെവലപ്മെന്റ് റൂളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പഠിക്കണം. ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ഏതൊക്കെ രീതിയിലാണ് മോണിറ്ററി പോളിസി വർക്ക് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, മെക്കാനിസംസ്, ടൂൾസ് എന്തൊക്കെയാണ് എന്ന് പഠിക്കണം. സോ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും വരുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസും വരുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ലൈക്ക് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ, ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പറേഷൻ ഓഫ് ബാങ്ക് റേറ്റ് പോളിസി, ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ OMO, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ബൈ RBI, പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ്, OMOയുടെ ലിമിറ്റേഷൻ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന്റെ ലിമിറ്റേഷൻസ്, വേരിയബിൾ റിസർവ് റിക്വയർമെന്റ് എന്ന് പറയുന്ന VRR എന്ന് പറയുന്ന മെത്തേഡ്, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR, സ്റ്റാറ്റ്യൂട്ടറി ഇക്വിറ്റി റേഷ്യോ SLR. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് വേ ഓഫ് ലുക്കിംഗ് ഓൺ ടു മാനേജിങ് മോണിറ്ററി പോളിസി വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അടുത്ത ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ആയിട്ടുള്ള റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റും, വേരിയേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സും, മോറൽ സിറ്റുവേഷനും, റേഷനിങ് ഓഫ് ക്രെഡിറ്റും, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. 4 മാർക്കിനെ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോർഷൻ യൂണിറ്റ് ആണ്. എന്നാലും ഓരോ ഏരിയയ്ക്കും ഈക്വൽ എംഫസിസ് കൊടുത്ത് പഠിക്കണം. അടുത്തത് ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്. ഇവിടെ നിന്നും 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫോർമേഷൻ ഓഫ് ഇംപീരിയൽ ബാങ്ക് ഇൻ ഇന്ത്യ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്, merging of associate banks with SBI, social control over banks, circumstances leading to social control, aims and objectives of National Credit Council, nationalization of commercial banks, lead bank scheme, objectives, functions of lead bank scheme, district credit plan, concept of service area approach, differential rate of interest scheme, features of the scheme, regional rural banks, objectives,
capital structure and management, problems and process of RRBs, merging of RRBs. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നോക്കേണ്ടത്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ, എങ്ങനെയാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, ഇതിന്റെ അസോസിയേറ്റ്സ് ഏതൊക്കെയാണ്, പിന്നീട് ഇപ്പൊ നമുക്ക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കാണാൻ പറ്റും ബാങ്കുകളൊക്കെ എന്താണ് മേർജ് ചെയ്യാണ് അല്ലെ, പല ബാങ്കുകളും മേർജ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ കാര്യം എന്താണ്, കാരണം എന്താണ്, ഇത് ബാങ്ക്സ് ഡിഫറെന്റ് കമേഴ്ഷ്യൽ ബാങ്ക്സ് മേർജ് ചെയ്യുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്, ഇത് പഠിക്കണം. ഇനി നാഷണൽ ക്രെഡിറ്റ് കൗൺസിലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം, ഇതിന്റെ ഫോർമേഷൻ, വർക്കിംഗ്, ഫംഗ്ഷനിങ് ഒക്കെ. അതേപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്കിന്റെ നാഷണലൈസേഷനെ പറ്റിയിട്ടും പഠിക്കണം. ലീഡ് ബാങ്ക് സ്കീം എന്താണെന്ന് പഠിക്കണം, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിക്കണം, ഫംഗ്ഷൻസ് എന്താണെന്ന് പഠിക്കണം, ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ എന്താണെന്ന് പഠിക്കണം, കോൺസെപ്റ്റ് ഓഫ് സർവീസ് ഏരിയ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്കീമിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കണം. റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ പ്രോബ്ലംസ് എന്താണ്, അതിന്റെ പ്രോഗ്രസ് എന്താണ്, എങ്ങനെയാണ് RRBs മേർജ് ചെയ്യപ്പെടുന്നത് ഒക്കെ പഠിക്കുമ്പോൾ ലൈക്ക് 4 മാർക്സിനുള്ള കണ്ടന്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പോൾ യു ഹാവ് സംതിങ് കോൾ ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ. ഇവിടെയും 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് പോസ്റ്റ് ലിബറലൈസേഷനിലെ ബാങ്കിങ് സെനാരിയോ ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് ബാങ്കിങ് സെനാരിയോ വർക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇവിടെ ഒരുപാട് റെക്കമെൻഡേഷൻസ് കമ്മിങ് ടു നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്, ബാങ്കിങ് സെക്ടർ റിഫോംസിൽ നരസിംഹം കമ്മിറ്റി എടുത്തിട്ടുള്ള സ്റ്റാൻസ്, പുതിയ ന്യൂ ജനറേഷൻ ബാങ്ക്സിനെ പറ്റിയിട്ട്, ആ ന്യൂ ജനറേഷൻ ബാങ്ക്സിന്റെ എൻട്രി എങ്ങനെയാണ്, ബാങ്കിങ് സെക്ടറിലെ മേജേഴ്സ് എങ്ങനെയാണ്, അക്വിസിഷൻസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ഡിഫറൻഷിയേറ്റഡ് ബാങ്ക് എന്താണ്, പേയ്മെന്റ് ബാങ്ക് എന്താണ്, സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്, പെർമിറ്റഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, അതിന്റെ ഒരു ഐഡിയ എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, RBI നബാർഡും ഒക്കെ എങ്ങനെയാണ് ഈ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കണം. ആൻഡ് കമ്മിങ് ടു യൂണിറ്റ് 5 യു ഹാവ് ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇവിടെ നിന്നും നമുക്ക് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 4 മാർക്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ 1914 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വ്യക്തമായിട്ട് പഠിക്കണം. ഇവിടെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അമെൻഡ്മെന്റ്സ് മനസ്സിലാക്കണം. ഇവിടുത്തെ ഒബ്ജക്റ്റീവ്, ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ് കമ്പനി എന്താണെന്നും അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് എന്താണെന്നും ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ DTL എന്താണെന്നും ഒക്കെ മനസ്സിലാക്കണം. പെർമിറ്റഡ് ആൻഡ് പ്രൊഹിബിറ്റഡ് ബിസിനസ് ഓഫ് എ ബാങ്കിങ് കമ്പനി, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഏതൊക്കെ തരത്തിലാണ് വരുന്നത്, പെർമിറ്റഡ് ആയിട്ടുള്ള ബിസിനസ് എന്തൊക്കെയാണ്, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ബാൻ ചെയ്തിട്ടുള്ള ബിസിനസ് എന്തൊക്കെയാണ്, ബാങ്കിങ് കമ്പനിയുടെ കേസ് എടുക്കുമ്പോൾ പഠിക്കണം. റെഗുലേഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിംഗ് റൈറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കണം. റെസ്ട്രിക്ഷൻസ് ആസ് ടു പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, റിസർവ് ഫണ്ട്, ലൈസൻസിങ് ഓഫ് ബാങ്കിങ് companies, power of inspection, audit of bank accounts, acquisition of banking companies, amalgamation of banking companies, winding up of a banking company. So ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു ബാങ്കിങ് കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള പല ഡിഫറെന്റ് ഡയമെൻഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി കാണേണ്ട ആവശ്യമുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇറ്റ് വിൽ ബി ലൈക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിലും അതിന്റെ വർക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബി സംതിങ് മച്ച് മോർ അല്ലെ. പക്ഷെ 4 മാർക്കിനാണ് ചോദിക്കുന്നത് എന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്കുള്ളത് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, അടുത്ത യൂണിറ്റ് ആണ്. ഇവിടെ നിന്നും ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. 4 മാർക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ കവർ ചെയ്യേണ്ടത് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ആ ഒരു സെറ്റിംഗ്, ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ജനറൽ ഇൻസ്റ്റൻസിൽ എങ്ങനെയായിരിക്കും, സ്പെഷ്യൽ ഇൻസ്റ്റൻസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ, ഒരു ബാങ്കറിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഫങ്ഷൻസ്, ഓണറിംഗ് ഓഫ് ചെക്ക്, മെയിൻറ്റെയിനിങ് സീക്രസി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്, garnishing order, consequence of wrongful dishonor of checks, stop payment of checks,
റൈറ്റ് ഓഫ് എ ബാങ്കർ. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബാങ്കറിന്റെ ഒബ്ലിഗേഷൻ ആണ്. ഇനി ബാങ്കറിന്റെ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയണം. സോ വിച്ച് വുഡ് ബി ജനറൽ ലീൻ, റൈറ്റ് ഓഫ് set off, banker right of appropriation, banking ombudsman ന്റെ objectives എന്തൊക്കെയാണ്, nature of complaints dealt by banking ombudsman എങ്ങനെയൊക്കെയാണ്. ഇനി കസ്റ്റമേഴ്സിന്റെ ടൈപ്സ് എടുക്കുമ്പോൾ ഓപ്പറേഷൻ ആൻഡ് ക്ലോസിംഗ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്, ഈ പലതരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് പഠിക്കണം. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബാങ്ക് കസ്റ്റമേഴ്സ്, അക്കൗണ്ട്സ് ഓഫ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ്, അതായത് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യാത്ത ഇന്ത്യൻ സിറ്റിസൺസിന്റെ ബാങ്ക് അക്കൗണ്ട്സ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ജോയിന്റ് അക്കൗണ്ട്സ് ക്രിയേഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്, അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ക്ലബ്സ് ആൻഡ് അസോസിയേഷൻസ് എങ്ങനെയാണ് പോകുന്നത് ഒക്കെ പഠിക്കണം. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോഴും യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് 4 marks. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഏരിയാസ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിലിറ്റി, ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻസ്, ടൈപ്സ്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, പ്രോമിസറി നോട്ട്സ്, ചെക്സ്, ഇതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അടുത്തതാണ് ബാങ്ക് ഡ്രാഫ്റ്റ്, പേ ഓർഡേഴ്സ്, ഇതിനെ പറ്റിയിട്ടും പഠിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തത് എൻട്രോസ്മെന്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, എങ്ങനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിനെ എൻട്രോസ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ ലീഗൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് എൻട്രോസ്മെന്റ്സ് എങ്ങനെയാണ്, ക്രോസിംഗ് ഓഫ് ചെക്സ് എന്താണ്, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ് ഓഫ് ചെക്സ്, മാർക്കിംഗ് ഓഫ് ചെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് എങ്ങനെ വർക്ക് ചെയ്യും. അടുത്തത് കളക്ടിംഗ് ബാങ്കർ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്, സ്റ്റേറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, വെൻ ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ദിസ് എങ്ങനെയാണ് പോകുന്നത്, പേയിങ് ബാങ്കറിന്റെ കേസ് എടുക്കുമ്പോൾ ഡിസോണർ ഓഫ് ചെക്സ് എങ്ങനെ വരുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് അഗൈൻ എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, മോഡ്സ് ഓഫ് ചാർജിങ് സെക്യൂരിറ്റീസ് ഇതെങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് മാറുന്നത്, ലൈക്ക് ലീൻ, പ്ലേജ്, മോർഗേജ് അങ്ങനെ പോകുന്നുണ്ട്, ലൈക്ക് കൈൻഡ് ഓഫ് മോർഗേജ് എങ്ങനെയൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർഗേജ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് മോർഗേജ് ഇതൊക്കെയാണ്, ഗ്യാരണ്ടി, അതേപോലെ തന്നെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് സോ ഓൺ. സോ ഇതിൽ നിന്നൊക്കെ ഇവിടെ ഇതിന്റെ ഓരോ ഏരിയയും, ഈ ഒരു യൂണിറ്റിന്റെ ഓരോ സ്പെസിഫിക് ഏരിയയ്ക്കും അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. ഒരുപാട് ടേംസ് വരുന്നുണ്ട്, ജാർഗൻസ് വരുന്നുണ്ട്, അതിനെയൊക്കെ തന്നെ ഡെഫിനിഷൻ ഉൾപ്പെടെ അതിന്റെ വർക്കിങ്ങും ഫംഗ്ഷനും ഒക്കെ എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, 4 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. Now, agriculture and micro finance by banks. ഇവിടെ നിന്നും ഇതാണ് അടുത്ത യൂണിറ്റ്, 4 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ വരുന്നത് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, ക്രോപ്പ് ലോൺസ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഒക്കെ. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിലേക്ക് വരുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പർപ്പസ് എന്താണ്, ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നൊക്കെ പഠിക്കണം. അടുത്തത് ലെൻഡിങ് ടു പ്രയോറിറ്റി സെക്ടർ. പ്രയോറിറ്റി സെക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, ഇവിടുത്തെ ടാർഗറ്റ് എത്രയൊക്കെയാണ്, സബ് സെക്ടേഴ്സ് അല്ലെങ്കിൽ സബ് ടാർഗറ്റ്സ് എന്തൊക്കെയാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നബാർഡ് അതിന്റെ ഫോർമേഷൻ, ഫംഗ്ഷനിങ് ഒക്കെ പഠിക്കണം. ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റൽ ആൻഡ് സൂപ്പർവൈസറി റോൾ ഓഫ് നബാർഡ്, എങ്ങനെയാണ് ഈ നബാർഡ് ഡെവലപ്മെന്റൽ റോൾസ് അസ്യൂം ചെയ്യുന്നത്, അത് ചെയ്യുന്നത്, ഇത് ഈ നബാർഡ് എങ്ങനെയാണ് സൂപ്പർവൈസറി റോൾ ചെയ്യുന്നത് ഒക്കെ പഠിക്കണം. അടുത്ത മൈക്രോ ഫൈനാൻസ്, മൈക്രോ ഫൈനാൻസിന്റെ അർത്ഥം എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, ലിങ്കിങ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ബാങ്ക്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്താണ്, ഇത് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ ഫംഗ്ഷനിങ് എന്താണ് ഒക്കെ പഠിക്കണം. അടുത്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻ ബാങ്കിങ്. ഈ യൂണിറ്റിൽ നിന്നും അഗൈൻ 4 മാർക്സിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നതാണ് പേയ്മെന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഓഫ് RBI, കോൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഇലക്ട്രോണിക് ബാങ്കിങ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ഇലക്ട്രോണിക് ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര പോപ്പുലർ ആണ്, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതിനെ പറ്റിയിട്ട് ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് അല്ലെങ്കിൽ ECS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് RTGS, നാഷണൽ
ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, NEFT, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസസ്, IMPS. ഇതൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പൊ അതിന്റെയൊക്കെ റെലവൻസ് ഓരോന്നും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുൾപ്പെടെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓരോന്നിന്റെയും ഫംഗ്ഷനിങ് ഒന്നിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പഠിക്കണം. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം കോഡ് IFSC എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു പഠിക്കണം. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ATM, ഇപ്പൊ ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, റുപേ കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ വാലറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇതൊക്കെ എനിക്ക് അറിയാലോ. പക്ഷെ അല്ല, ഇതിന്റെയൊക്കെ വർക്കിങ്ങും ഡീറ്റെയിൽസ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ പഠിക്കണം. കാരണം ഒന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അഗൈൻ എഴുതി വെച്ച് തന്നെ പഠിക്കണം. ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ഓർ CDM, checked truncation system CTS, cash payment system, cashless economy, international payment system, society for worldwide interbank financial telecommunication or SWIFT. എല്ലാം തന്നെ ടെക്നിക്കൽ ടേംസ് ആണ്. ഇതിന്റെയൊക്കെ വർക്കിംഗ് വ്യക്തമായിട്ട് പഠിക്കണം. Now coming to the next unit, the recent trends in Indian banking. ഇന്ത്യൻ ബാങ്കിങ്ങിലെ പുതിയ ട്രെൻഡ്സ്. ഇവിടെ നിന്ന് 4 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് ബാങ്ക്സ്, CAMELS റേറ്റിംഗ്, CAMELS റേറ്റിംഗ്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് Tier 1 Tier 2 ക്യാപിറ്റൽ, എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്, റിസ്ക് വെയ്റ്റ് അസെറ്റ്സ് എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസെറ്റ്സ് റേഷ്യോ CRAR, non-performing asset NPA of banks, classification of standard, substandard, doubtful and loss assets, provisioning of NPAs, concepts of securitization, reconstruction and security interest enforcement under SARFAESI Act 2002, Pradhan Mantri Social Security schemes implemented through banks, rules for Pradhan Mantri Suraksha Bima Yojana or PMSBY, Pradhan Mantri Jeevan Jyoti Bima Yojana PMJJBY, Atal Pension Yojana APY. So see, ഇപ്പൊ നമ്മൾ ഒരുപാട് സ്കീംസിനെ പറ്റിയിട്ട് പഠിച്ചു അല്ലെ. പഠിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്കീംസിനെ പറ്റിയിട്ട് ഇവിടെ കണ്ടു സിലബസിൽ. അപ്പോ ഈ 3 സ്കീംസ് എങ്ങനെയാണ്, എപ്പോഴാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, ഇത് ഇയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഈ SARFAESI ആക്ട്, what is it meant for? നമ്മൾ പറയും സെക്യൂരിറ്റൈസേഷൻ, റീകൺസ്ട്രക്ഷൻ, സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് എൻഫോഴ്സ്മെന്റ് ആണ്. പക്ഷെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്? ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ്? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. ഇയർ വരുന്ന ഭാഗങ്ങൾ എഴുതി വെക്കണം. വീണ്ടും ഞാൻ പറയാണ്, ഇയർ വരുന്ന ഭാഗങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട്. ഇയർ എവിടെ കിട്ടിയാലും നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഇയർ എഴുതി വെച്ച് തന്നെ പഠിച്ചില്ലെങ്കിൽ മറന്നുപോകും. അപ്പോൾ ഇനി നമ്മൾ ബാങ്കിങ്ങിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി പാർട്ട് 3യിലേക്കാണ് പോകുന്നത്. വേർ യു ഹാവ് IT ആൻഡ് സൈബർ ലോസ്. ഇവിടെ നിന്ന് 10 മാർക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇവിടെ ഹാർഡ്വെയറിനെ പറ്റി പഠിക്കണം. ഇൻപുട്ട് ഡിവൈസസ്, അതിന്റെ നെയിം, യൂസസ്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് വരുമ്പോൾ അതിന്റെ നെയിംസും അതിന്റെ യൂസസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കണം. മെമ്മറി ഡിവൈസസ്, പ്രൈമറി, സെക്കൻഡറി, വിത്ത് എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്. സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെ പോകുന്നു, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഫംഗ്ഷനിങ്സ് എങ്ങനെയാണ് പോകുന്നത് പഠിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നും അതിന്റെ ഫംഗ്ഷൻസ് വിത്ത് എക്സാമ്പിൾസ് പഠിക്കണം. അടുത്ത പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, അതെങ്ങനെ പോകുന്നു, ഹൗ ദീസ് ആർ വർക്കിംഗ്. ഒരു പെർട്ടിക്കുലർ പാക്കേജ് വേറൊരു പർട്ടിക്കുലർ പാക്കേജിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാണ്. വേർഡ് പ്രോസസ്സേഴ്സ് എന്താണ്, സ്പ്രെഡ്ഷീറ്റ് എന്താണ്, ഡേറ്റാബേസ് പാക്കേജസ് എന്താണ്, പ്രസന്റേഷൻസ്, ഇമേജ് എഡിറ്റേഴ്സ്, യൂസേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ്, ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യത്തിന്റെയും ഡെഫിനിഷൻ, വർക്കിംഗ്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്, ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഇതൊക്കെ തന്നെ വ്യക്തമായിട്ട് പഠിക്കണം. ഇതിന്റെയൊക്കെ വർക്കിങ്ങും വ്യക്തമായിട്ട് പഠിക്കണം. Again, coming to the next area, basics of programming, types of instructions, input, output, store, control, transfer. So ഇവിടെ ലാംഗ്വേജസ് ഒന്നും you needn't consider. Programming എന്ന് പറയുമ്പോൾ like you do have a lot of computer languages. Computer languagesന്റെ അത്രയും ഡെപ്തിൽ ഒന്നും പോകണ്ട. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നോക്കണം,
അവിടെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആയിട്ടുള്ള LAN, WAN, MAN ഇതിന്റെയൊക്കെ ഫുൾ ഫോം, ഫീച്ചേഴ്സ്, ആപ്ലിക്കേഷൻ ഒക്കെ നോക്കണം. എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ, എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നും നോക്കണം. നെറ്റ്വർക്ക് ഡിവൈസസ് ആയിട്ടുള്ള മീഡിയ, സ്വിച്ച്, ഹബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതൊക്കെ എന്താണ്, എങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നൊക്കെ പഠിക്കണം. ഇതെല്ലാത്തിന്റെയും യൂസസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കണം. അഗൈൻ കമ്മിങ് ടു ഇന്റർനെറ്റ്, you have to learn services. അതായത് www, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, ഇതൊക്കെ എന്താണ്, വിത്ത് എക്സാമ്പിൾസ്, ഇതിന്റെ പേർപ്പസ്, ഇതിന്റെ യൂസേഴ്സ്, ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കണം. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ, വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് പഠിക്കണം. വെബ് ഡിസൈനിങ്ങിൽ ബ്രൗസർ എന്താണ്, HTML എന്താണ്, ഇതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ മാത്രം മതി കേട്ടോ. ഡെഫിനിഷനും വർക്കിങ്ങും ഫീച്ചേഴ്സും ഫങ്ഷൻസും അത്ര മാത്രം മതി, കൂടുതലായിട്ട് ഇൻഡെപ്ത് പോകേണ്ട ആവശ്യമില്ല. Now coming to cyber crimes and cyber laws, types of crimes, ഏതൊക്കെ രീതിയിൽ ക്രൈംസ് നടക്കാൻ പറ്റും. സോ ഇതൊക്കെ ഒരു ജനറൽ അവയർനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ക്രൈംസ് പോസിബിലിറ്റീസ് വരുന്നുണ്ട്, ഒരു ക്രൈം മറ്റു ക്രൈമിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ക്രൈംസിൽ നിന്നും എങ്ങനെ ഡിഫറെന്റ് ആകുന്നുണ്ട് എന്നൊക്കെ നോക്കണം. ഡിഫറെന്റ് IT ആക്ട്സ് ഏതൊക്കെയാണ് വരുന്നത്, ഡിഫറെന്റ് IT റിലേറ്റഡ് ആക്ട്സ് ഏതൊക്കെയാണ് വരുന്നത്, അതർ റെലവെന്റ് ആക്ട്സ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ടാകും. സോ IT ആക്ടും IT റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ആക്ട്സ്, സോ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു അവയർനെസ് ലെവൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ എക്സാമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും കണ്ടു. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു 3 മാസത്തെ കൂടുതൽ സമയമുണ്ട് പഠിക്കാനായിട്ട്. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇറ്റ് വുഡ് ബി സോ ഈസി ഫോർ യു ടു ക്രാക്ക് ദി എക്സാം. അപ്പൊ അവിടെ ടെക് PSC നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. ടെക് PSC ഈസ് ഓൾസോ ഓഫറിംഗ് എ പാക്കേജ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ടെക് PSCയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഹോൾ സിലബസ് കവർ ചെയ്യും. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.